നമസ്കാരം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗയാത്ര ഒരു മാസത്തോളം പിന്നിട്ട് തിരുവനന്തപുരത്ത് അവസാനിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ്. ഈ യാത്ര അങ്ങോട്ട് അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അന്ത്യം കുറിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ തുടക്കകാലത്ത് വി.ഡി. സതീശനും കോൺഗ്രസ് നേതാക്കളും ഒക്കെ അവകാശവാദം ഉന്നയിച്ചിരുന്നത്. ആ അവകാശവാദം പൂർണ്ണമായിട്ടും ശരിയാകുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് ഇതിൻ്റെ സമാപനം ഉണ്ടാകുമ്പോൾ പൂർണ്ണമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഇനി ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്ന് തോന്നുന്നുണ്ടോ? അത് മൂന്നാമതും പിണറായി വിജയനുള്ള ഒരു മൂന്നാം വരവിൻ്റെ തുടക്കമായിരിക്കുമോ ഈ യാത്ര എന്നുള്ളതാണ്. പുതുയുഗ യാത്രയൊക്കെ കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? ആ വാക്ക് പുതുയുഗ യാത്ര, ഒരു പുതിയ യുഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര എന്ന് വളരെ ലളിതമാണ്. അത് സാധാരണഗതിയിൽ എല്ലാ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴും എല്ലാ പാർട്ടിക്കാരും അല്ലെങ്കിൽ മുന്നണികളും ഓരോ യാത്ര നടത്തും. അതിനോരോ പേരുകളും ഇടും. അത് മാറി മാറി പല പല പേരുകളിടും. പക്ഷേ ഇപ്രാവശ്യം ശ്രീ വി.ഡി. സതീശൻ നയിക്കുന്ന ഈ ജാഥ അല്ലെങ്കിൽ ഈ യാത്ര അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ആഗ്രഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണത്. ഒരു പുതിയ യുഗം അവിടെ വേണം. കാരണം 10 വർഷം എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു ദശകം എന്നുള്ള നിലയിൽ ഒരു യുഗം ആയിട്ട് വരെ 10 വർഷം നിസ്സാരമല്ല. 10 വർഷം തുടർച്ചയായി ഒരു ഗവൺമെന്റിന്, ഒരു പാർട്ടിക്ക്, ഒരു മുന്നണിക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിലും കേരളത്തിന്റെ മൊത്തത്തിൽ ഉള്ള സൂചികകളിലും എന്തുമാത്രം മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാകണമല്ലോ ഈ വിലയിരുത്തൽ. അങ്ങനെ വിലയിരുത്തിയാൽ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു ഏറ്റവും മര്യാദയ്ക്കുള്ള ഒരു മതേതര വികസന സംസ്ഥാനമായിരുന്ന കേരളം ആ സ്ഥാനത്ത് നിന്നൊക്കെ ഒരുപാട് പോയി എന്ന് നമ്മൾക്ക് അംഗീകരിക്കേണ്ടി വരില്ലേ? ഇന്നിപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ ഈ വർഗീയത പോലെ കേരളത്തിലും അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും കേരളത്തിലും ഉണ്ടാകുന്നില്ലേ? പിന്നെ അത് വിജയിക്കാതെ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഒന്നിലധികം കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിൻ്റെ ജനങ്ങളുടെ ജനിതകത്തിനകത്ത് മതേതരത്വം അത് പതിഞ്ഞതാണ്. അതിനി എത്ര വർഷം കഴിഞ്ഞാലും മാറില്ല. അത് ഒരു വലിയ കാര്യമാണ്. മറ്റൊന്ന്, ഇവിടുത്തെ ജനസംഖ്യ തന്നെ ഏതാണ്ട് ഒരു അപ്രമാദിത്യം ആർക്കുമില്ല. എല്ലാ വിഭാഗങ്ങളും ഇവിടെ ജനസംഖ്യയിൽ ഏതാണ്ട് അടുപ്പിച്ചോ മൊത്തത്തിൽ എടുക്കുമ്പോഴോ ഒക്കെ ഉണ്ട്. ഈ 2 കാരണങ്ങളും കൊണ്ടാണ് കേരളം ഇന്നും ഗോഡ്സ് ഓൺ കൺട്രിയായി ഒരു മതേതര സംസ്ഥാനമായി നിലനിൽക്കുന്നത്. ഭരണാധികാരികളായ നമ്മളുടെ മന്ത്രിമാരും മുൻ മന്ത്രിമാരുമൊക്കെ അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തുമാത്രം വർഗീയ വിഷം ഉണ്ടാക്കാവുന്നതാണ് എന്ന് നമ്മൾ അനുഭവങ്ങളിലൂടെ നമ്മൾ കണ്ടും കേട്ടും കൊണ്ടിരിക്കുകയല്ലേ. അത് തീർച്ചയായിട്ടും ഒരു വിഭാഗത്തെ കയ്യിലെടുക്കാൻ വേണ്ടി മറ്റൊരു വിഭാഗത്തിനെ അടച്ചാക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ. സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നവോത്ഥാന നായകൻ എന്ന പേരിൽ ഒരു വ്യക്തിയെ നിയമിക്കുകയും നവോത്ഥാന നായകരുടെയൊക്കെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചട്ടമ്പി സ്വാമിയുടെയോ മന്നത്ത് പത്മനാഭനോ ശ്രീനാരായണ ഗുരുവോ അംബേദ്കറോ വാഗ്ഭടാനന്ദനോ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളിൽ നിന്ന് വരുന്ന വാക്കാണോ? നമ്മളുടെ ബഹുമാന്യനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹം ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ഒരു ആത്മീയ ഗുരു എന്ന സ്ഥാനം അങ്ങനെ ഒരെണ്ണം കൽപ്പിച്ചു കൊടുക്കാൻ നിയമപരമായി വ്യവസ്ഥയില്ല എങ്കിലും ഏതാണ്ട് ഞങ്ങളുടെ ആത്മീയ ഗുരു LDFന്റെ ഈ നമ്മൾ ഓരോ ദേവന്മാരുടെയും ദേവതകളുടെയും ഫോട്ടോ അടിച്ചിട്ട് ചക്കളത്തമ്മയാണ് ഈ വീട്ടിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് ഈ ചെറിയ പടം അടിച്ചു വെക്കുന്ന കണക്ക് വെള്ളാപ്പള്ളിയാണ് ഈ പാർട്ടിയുടെ ഐശ്വര്യം എന്ന നിലയിൽ കൊണ്ടു നടക്കുകയാണ്. അദ്ദേഹം പറയുന്ന ലിപ്തമായ വാക്കുകൾ തിരുത്താൻ പറയുന്നതിന് പകരം മുഖ്യമന്ത്രി തന്നെ ഈ അടുത്ത ദിവസം പറഞ്ഞ ഒരു വാചകം നമ്മൾ കേട്ടില്ലേ? എന്താ? ജനങ്ങളുടെ ഇടയിലേക്ക് ആഴത്തിൽ
അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രതിഫലിപ്പിക്കാൻ കഴിവുള്ള മഹാമനുഷ്യനാണ്. എന്നിട്ട് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു, അദ്ദേഹത്തിന്റെ നാക്കിന്റെ സരസ്വതി വിലാസം. ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹത്തിന്റെ നാക്കിന്റെ സരസ്വതി വിലാസം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പുകഴ്ത്തിയപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഉള്ളുകൊണ്ട് പറഞ്ഞ വാചകം എന്തായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് മരം മണ്ടൻ. നമ്മുടെ ശിവശങ്കരൻ പണ്ട് പറഞ്ഞതുപോലെ മരം മണ്ടൻ എന്തായിരിക്കും അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയത്. തിരിച്ച് അങ്ങോട്ട് അത് പോട്ടെ, അത് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അപ്പൊ ഇവിടെ ഒരു മാറ്റം നമ്മൾക്കുണ്ടാകണം. ഒരു മതവിഭാഗത്തെയും ഒരു ജാതി വിഭാഗത്തെയും പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിൻ്റെയും അല്ല കേരളം, എല്ലാവരുടേതും കൂടാണ് ഈ കേരളം. ഇവിടെ ഏത് വിഭാഗക്കാരുണ്ട് ഈ 10 കൊല്ലത്തെ ഭരണത്തിൽ തൃപ്തിയുള്ളവർ? ഈ തുടർ ഭരണം കിട്ടിയത് തന്നെ ഈ പാർട്ടിയുടെ ഒരു അപജയത്തിന് ഇടവരുത്തി എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, പിണറായി സർക്കാർ 3.0 എന്നുള്ളതാണ് ഇവരുടെ മുദ്രാവാക്യമെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ ജനങ്ങളിൽ വലിയ ഒരു എതിർപ്പ് ഉണ്ടാകും. LDF 3.0 എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത്രയും എതിർപ്പുണ്ടാവില്ല. ഒരു വ്യക്തിക്ക് 10 വർഷം കൊണ്ട് എത്രത്തോളം ജനങ്ങളുടെ ഇടയിൽ മതിപ്പില്ലാതാക്കാൻ കഴിയുമോ അത് അക്ഷരാർത്ഥത്തിൽ തെളിയിച്ചു തന്ന ഒരു മുഖ്യമന്ത്രിയും ഒരു മുന്നണിയുമാണ്. ശരി, ആയിക്കോട്ടെ, അത് അവരുടെ ഒരു സംവിധാനമാണ്. അത്തരത്തിലൊരു സർക്കാർ വിരുദ്ധത അല്ലെങ്കിൽ ഒരു എപ്പോഴും നമുക്കറിയാമല്ലോ, എപ്പോഴും അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകാറുണ്ട്. ആന്റി ഇൻകംബൻസി എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും ഇല്ലാത്തതല്ല, എല്ലാ സർക്കാരുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. അത് ഈ വട്ടം കൂടുതലാകുന്നത് 10 വർഷത്തെ ഭരണത്തിന് ശേഷം വീണ്ടും ഒരു ഇലക്ഷൻ വരുന്നതുകൊണ്ടാണ്. പക്ഷെ ഒരു പുതുയുഗ യാത്ര നടത്തിയാൽ മാത്രമാണോ അത്തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ, അതോ ഇതൊരു പിരിവാണോ? അല്ലോ, ഒരിക്കലും അല്ലല്ലോ. അതാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ നടക്കുന്ന ഒരു സംസ്ഥാന വ്യാപകമായ യാത്രയല്ലല്ലോ. ഇപ്പോൾ തന്നെ LDF ഇവിടെ UDFന്റെ ഒരു യാത്രയേ ഉള്ളെങ്കിൽ അവർ 3 മേഖല യാത്രകളല്ലേ നടത്തിയത്. NDA നടത്തുന്നില്ലേ? എല്ലാവരും നടത്തുമല്ലോ. അത് അല്ല, ഇതൊരു തത്വത്തിൽ ഈ യാത്രകളെന്ന് പറയപ്പെടുന്നത് ഒരു പണപ്പിരിവാണ് എന്നുള്ളതാണ് മൊത്തത്തിലുള്ള ഒരു ചിന്ത എന്ന് പറയപ്പെടുന്നത്. അല്ല, അത് പണപ്പിരിവ് എന്ന് പറയുമ്പോൾ ഈ ജാഥ നടത്തുന്നതിനും അതിൻ്റെതായ ചെലവുണ്ടാകുമല്ലോ. അല്ല, ഇലക്ഷൻ ഫണ്ട് രൂപീകരിക്കുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി ഉണ്ടാവില്ല. അത് സ്വാഭാവികമായും എല്ലാ പാർട്ടിയിലേക്കും ആളുകൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പൈസ കൊടുക്കുന്നതിന് അവർ സന്നദ്ധരാണ്, പിടിച്ചുപറിക്കുകയല്ലല്ലോ. അത് മാത്രമല്ല, പ്രതിപക്ഷം നടത്തുന്ന ഒരു ജാഥ എന്ന് പറയുമ്പോൾ അധികാരം ഉപയോഗിച്ച് ആളുകളിൽ നിന്നും പണം പിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അറിഞ്ഞു കൊടുക്കുന്നത് വാങ്ങുന്നതില് എന്തെങ്കിലും തെറ്റുണ്ടോ? അതായത് പ്രതിപക്ഷം ഇനി അധികാരത്തിലേക്ക് എത്തുക എന്നുള്ള ഒരു സൂചന അല്ലേ, അതുകൊണ്ടാണ് കൂടുതൽ പണം നൽകേണ്ടി വരുന്നത്. ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാ പാർട്ടികൾക്കും ചെറുതും വലുതുമായ എല്ലാ പാർട്ടികൾക്കും സംഭാവന ലഭിക്കാറുണ്ടല്ലോ. ഇനി മുതലാളിമാർ കൊടുക്കുന്ന സംഭാവനയിൽ ഇപ്പൊ ഇന്നലെ നമ്മൾക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിഞ്ഞത് 3000-ഓളം കോടി രൂപ ഇന്ത്യയിൽ മൊത്തത്തിൽ കിട്ടിയതില് 2800 ചില്ലുവാനും രൂപയും BJPക്കാണ് കിട്ടിയത്. കോൺഗ്രസിന് 100 കോടി എങ്ങാണ്ട് കിട്ടിയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ ഭരിക്കുന്ന പാർട്ടിക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കും, അത് കാര്യങ്ങൾ സാധിക്കാനാണ്. ഇപ്പൊ ഈ ജാഥയൊന്നും നടത്താതെ തന്നെ ഒരു എത്രയെങ്കിലും കോടി രൂപ ബാറ് മുതലാളിമാർ ഇതിനോടകം തന്നെ ഈ LDFന് കൊടുത്തില്ലേ? പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു കൊടുത്തില്ലേ? ആ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു കൊടുക്കുന്ന എപ്പോഴാണ്? ഇലക്ഷന് തൊട്ട് മുന്നേയാണ്. ബാറിന്റെ പേരിൽ, ബാറുകോഴയും മദ്യത്തിന്റെയും പേരിലാണ് ഈ ഗവൺമെന്റിന്റെ ആദ്യ വരവ് തന്നെ. അവിടെ 1 കോടി രൂപ ശ്രീ KM മാണി വാങ്ങിയെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു വിഷയം. ഇപ്പൊ എത്ര കോടി ഇതിനോടകം കിട്ടിക്കാണും എന്നുള്ളത് നമുക്ക് വെളിയിലറിയില്ലല്ലോ. അതിന് മന്ത്രി പറഞ്ഞ ന്യായം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾ പ്രവർത്തന സമയം കൂട്ടിയിട്ടില്ല. ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്ക് നേരത്തെ തന്നെ ഈ 12 മണി വരെയുള്ള സമയമുണ്ട്. ഇപ്പൊ ഞങ്ങൾ ആ ടൂറിസ്റ്റ് കേന്ദ്രം മാറ്റി കേരളം മുഴുവൻ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് എല്ലായിടത്തേക്കും 12 മണി വരെ നീക്കുകയാണ്. ഒരു കാര്യം കൂടി വീണ്ടും പറഞ്ഞു, ഈ 12 മണിയിൽ നിർത്തുന്നില്ല. ഒരു 5 ലക്ഷം രൂപയും കൂടെ സർക്കാരിന്റെ ട്രഷറിയിലേക്ക് അടച്ചാൽ രാവിലെ 3 മണി വരെ പ്രവർത്തിക്കാം. അപ്പൊ എൻ്റെ ഒരു
നിർദ്ദേശം അല്ല, എൻ്റെ ഒരു ചിന്ത. എന്നാൽ പിന്നെ ഈ 24x7 എന്നൊക്കെ ഉള്ളതുപോലെ നമ്മുടെ ചാനലുകളൊക്കെ ഉണ്ടല്ലോ, അടപ്പില്ലല്ലോ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു അവശ്യ സർവീസ് പോലെ ഈ ബാറിനെയും കൂടെ അങ്ങ് ആക്കിയാൽ പോരെ. അവിടെ ഒറ്റ വരി കൂടി, ഈ ബാറുകൾക്ക് മാത്രമാണ്, ബാർ ഹോട്ടലുകൾക്കാണ് ഈ പ്രവർത്തന സമയം. ബിവറേജസിന് കൂട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ, സ്വകാര്യ ബാർ മുതലാളിമാർക്ക് പ്രവർത്തന സമയം കൂട്ടിയാൽ അവിടെ കച്ചവടം കൂടുതൽ. അല്ല, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസ് വരുമെന്ന് പറഞ്ഞാണല്ലോ ഈ പുതുയുഗ യാത്രയൊക്കെ നടത്തുന്നത്. അങ്ങനെ പുതുയുഗ യാത്ര നടത്തി ഭരണത്തിലെത്താമെന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വരുമ്പോൾ അറിയാം, ഇനി അധികാരത്തിലെത്തിയാൽ തന്നെ ആരൊക്കെ മന്ത്രിമാരാകും അല്ലെങ്കിൽ ആരൊക്കെ വിജയിച്ചു വരുമെന്നൊക്കെ കണ്ടറിയാം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഒരിക്കല് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടിട്ടാണ് UDF സർക്കാർ തകർന്നു പോയത്. നമുക്കറിയാം, അന്ന് ഈ ബാർ കോഴ വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അന്ന് മാണി കോഴമാണി എന്ന് പറഞ്ഞ് വിളിക്കപ്പെട്ടവരുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിനെ അന്ന് താഴെ ഇറക്കിയ ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം അധികാരത്തിലേക്ക് വന്നതാണ് പിണറായി സർക്കാർ. അന്ന് എനിക്ക് തോന്നുന്നു 29 ബാറുകളാണ് ഈ UDF സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നത്. ഇന്ന് അതെനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 884-ലധികം ബാറുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മദ്യനയം തിരുത്തിക്കൊണ്ടുവരികയും ബാറുകൾ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് പിണറായി വിജയൻ സർക്കാർ രണ്ടാമതും അധികാരത്തിലിരിക്കുന്നത്. ഇനി മൂന്നാമത് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഇപ്പോൾ സമയപരിധി കൂട്ടുന്നതും ബാറുകളിൽ. അപ്പോൾ കുടിച്ചു കൂത്താടാൻ ഒരിടം കൊടുക്കുന്നുണ്ട് പിണറായി വിജയൻ സർക്കാർ. അങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ വിജയം സുനിശ്ചിതമാണ് ഇടതുപക്ഷത്തിന് എന്ന് അവർ അനുമാനിക്കുന്നുണ്ട്. അത് ഈ ബാറുകൾ തുറന്നു കൊടുത്തുകൊണ്ട് മാത്രമല്ല, പലതരത്തിലും ഈ അവസാന നാളുകളിലേക്ക് എത്തപ്പെടുമ്പോൾ പിണറായി വിജയന്റെ ഉദാര മനസ്കത കുറച്ചുകൂടി വെളിവാകുന്നുണ്ട്. അത് പലതരത്തിൽ ഇപ്പൊ തന്നെ ഈ ഇവരുടെ ക്ഷേമ പെൻഷനുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും സർക്കാരിന്റെ ഉദ്യോഗസ്ഥർക്കുള്ള DA ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളിലാണൊക്കെ ഒരു പുനർവിചിന്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് മാക്സിമം ആൾക്കാരെ സന്തോഷിപ്പിക്കുക, അതിലൂടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ മൂന്നാമതും വിജയന് വരാനുള്ള ഒരു സാധ്യത അതിലൂടെ തുറന്നിടുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഈ പുതുയുഗ യാത്രയൊക്കെ നടത്തി എല്ലാ സ്ഥലങ്ങളിലും അടിയൊക്കെ ഉണ്ടാക്കി അങ്ങനെയുള്ളൊരു വരവാണ് ഈ പുതുയുഗ യാത്രയിൽ. കാരണം മിക്കവാറും ഉള്ള സ്ഥലങ്ങളിൽ തല്ലും പിടിയൊക്കെ കൂടുന്നുണ്ട്. മാത്രമല്ല സതീശന്റെ പ്രകടനം എന്ന് പറയപ്പെടുന്നത് നിങ്ങളുടെ അണികൾക്ക് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇവിടെ ഈ അടിപിടി എന്നൊക്കെയുള്ള വാക്ക്, അതിപ്പോ നമുക്ക് ഏത് കാര്യത്തെ വേണമെങ്കിലും വക്രീകരിക്കാം, വളച്ചൊടിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷേ കൃത്യമായിട്ട് ഇത്തരം പരിപാടികൾ കാണുന്നവർക്കും അതിൽ നേരിട്ട് പങ്കെടുത്തവർക്കും അറിയാം, വലിയ തിരക്കുകളും അവിടെ ഒരു പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ഒരു കാര്യത്തിൽ അവിടെ ഏകാധിപതികളെ ആരും അംഗീകരിക്കില്ല. അവിടെ ഏതാണ്ട് എല്ലാവരും ഏറെക്കുറെ തുല്യരാണ്. അപ്പൊ ഒരുപക്ഷെ ഒരാളിനെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ മറ്റൊരാള് ഇന്നാരെ വിളിക്ക് എന്നൊക്കെ പറയുന്നതൊന്നും അതൊന്നും ആ സന്ദർഭത്തിൽ അവിടെ പെട്ടെന്ന് സംഭവിക്കുന്ന ചില വിഷയങ്ങളല്ലാതെ ശ്രീ VD സതീശന് എതിരെയായിട്ട് ഒരു ഇതിറങ്ങിയത് നമ്മൾ കണ്ടു. അദ്ദേഹത്തിന് ഒരു സ്ത്രീ ഒരു നിവേദനം കൊടുത്തു. ആ നിവേദനം വലിച്ചു കീറി കളഞ്ഞു എന്ന്. അത് ഈ യാത്രയില് കൊടുത്തതാണെന്നുള്ള നിലയിലാണ് അത് തുടങ്ങിയത്. അത് ആദ്യമേ പൊളിഞ്ഞു. എന്താ സംഭവം? പുറകിലത്തെ ഫ്ലെക്സ് ബോർഡ് നോക്കിയപ്പോൾ സ്ഥാനാർത്ഥി സംഗമം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുള്ളതായിരുന്നു. 2, അവർ തന്നെ പറഞ്ഞു, എനിക്കൊരു കാര്യം രഹസ്യമായിട്ട് പറയണമായിരുന്നു, ആളുകൾ മൊത്തം അവിടെ ഉള്ളതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഒരു എഴുതി സാർ ഇതൊന്ന് നോക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം വേറെ ആരും കാണാതെ നോക്കി കാര്യം മനസ്സിലാക്കി വലിച്ചേറി കളഞ്ഞു. അതിന് പോയ പ്രചരണം എന്താ? അപ്പൊ ഇതൊക്കെ ആളുകൾക്ക് ലൈവായിട്ട് കാണാൻ കഴിയും. കുണ്ട്രയിലൊരു സംഭവം ഉണ്ടായത്, ഒരു CPM കുടുംബത്തിലെ ഒരു സ്ത്രീയെ കശുവണ്ടി തൊഴിലാളിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് ശ്രീ PC വിഷ്ണുനാഥിനെ കാണാനില്ലെന്നും ഒക്കെ ഉള്ള രീതി പറഞ്ഞു. അവസാനം അവര് തന്നെ അത് തിരിച്ച് സമ്മതിക്കുന്നതും മറ്റ് സ്ത്രീകൾ അത് പറയുന്നതും ഒക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഇനി വളരെ രസകരമായി കണ്ടത് എന്താ? പിന്നെ CPMന്റെ ആസൂത്രിതമായി ഒരു വൃദ്ധനെ കൊണ്ട് പെൻഷൻ, ആ തുക പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ സഖാവിനെ ഏൽപ്പിക്കുന്നു. സഖാവ് അത് എണ്ണി നോക്കിയിട്ട് 2000 രൂപ തിരിച്ച് ആ മനുഷ്യന്റെ പോക്കറ്റിൽ വെച്ച് കൊടുക്കുന്നു. അദ്ദേഹം പിന്നീട് പറഞ്ഞ എന്താ, ഈ രൂപ കൊടുത്താൽ തിരിച്ചങ്ങ് തരാമെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ കൊടുത്തതാണ്, അതൊരു നമ്മുടെ ഈ പ്രാങ്കെന്നോ പിന്നെ അങ്ങനെയൊക്കെ ഉള്ള വാക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് അത് കാണിച്ചത്. അവിടെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, നിങ്ങളുണ്ടെങ്കിലേ ഇത് കിട്ടൂ, UDF വന്നാൽ ഇത് കിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് തരുന്നതെന്ന്. 2000 രൂപയാണല്ലോ എടുത്ത് കൊടുത്തത്. ഈ മാസത്തെ പെൻഷൻ നാളെ തൊട്ടേ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ മാസം കിട്ടിയതല്ല. ഇനി കഴിഞ്ഞ മാസം കിട്ടിയതാണെങ്കിൽ
ഈ 2000 രൂപയിൽ ഒരു പൈസ പോലും ചെലവാവാതിരിക്കുന്നെങ്കിൽ ആ മനുഷ്യന് ഈ രൂപയുടെ ആവശ്യമുണ്ട്. ഒരു ലോജിക്കൊക്കെ വേണ്ടേ ചിലത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നു. ഇപ്പൊ നമ്മുടെ നരേന്ദ്രമോദി സർട്ടിഫിക്കറ്റ് കാണിക്കാൻ പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടറിൽ പ്രിന്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കാണിച്ചു എന്ന് പറയുന്നു, നമുക്കറിയില്ല. അങ്ങനെ കാണിച്ചെങ്കിൽ അത് പൊള്ളത്തരമാണെന്നുള്ളതിന് വേറെ തെളിവ് വല്ലതും വേണം. 2000 രൂപ കിട്ടിയ ആ മനുഷ്യൻ കിട്ടിയതിന്റെ അന്ന് തൊട്ട് അത് പോക്കറ്റ് വെച്ചോണ്ട് നടക്കുക 500ന്റെ 4 നോട്ട്. ഒരു പൈസ അങ്ങേർക്ക് ചെലവില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെൻഷൻ നിർത്തലാണ്. അല്ലെങ്കിൽ ഇത് ഞങ്ങളുടെ ഒരു ഷോ, ഈ മറ്റേ തരികിടോ എന്നൊക്കെ പറഞ്ഞ് സൂര്യ TV യിൽ പണ്ട് ചില പരിപാടികളുണ്ടായിരുന്നു. ഈ തരികിട പരിപാടികളൊന്നും എടുത്ത് ആളുകളെ അത് ആ പാർട്ടിയെ കുറിച്ചുള്ള എന്റെ ചോദ്യം ഇപ്പോഴും ഇതല്ല. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് ഈ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പുതുയുഗ യാത്ര വരുന്നത്. തീർച്ചയായും. പക്ഷേ ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള തന്ത്രം പിണറായി വിജയൻ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അവസാന നിമിഷങ്ങൾ. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെ ഈ പുതുയുഗ യാത്രയ്ക്കൊന്നും വലിയ പ്രസക്തി ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മദ്യഷാപ്പുകൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 12 മണിയുടെ കൂട്ടുകുടുംബം, ഈ ഒരു മദ്യത്തിന്റെ പുറത്ത് മാത്രം തകർന്നു പോയ ഒരു സർക്കാരാണ് 2011 നിങ്ങളുടെ സർക്കാർ. ഈ 2026 സർക്കാർ എന്ന് പറയപ്പെടുന്ന മദ്യശാലകൾ എന്ന് പറയപ്പെടുന്നത് ഇനി തുറക്കാനില്ല. പെട്ടിക്കടകൾ വരെ മദ്യശാലകളാക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ ബാറുകളാക്കുന്ന തരത്തിലേക്ക് പിണറായി വിജയൻ സർക്കാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അഥവാ മദ്യപാനികളുടെ വോട്ടുകളെല്ലാം ലഭിച്ചതുകൊണ്ടോടെ ജയിക്കാനൊന്നും പോകുന്നില്ല. എങ്കിലും മറ്റ് പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാർ ജീവനക്കാരെ സൂചിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ക്ഷേമ പ്രവർത്തനത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാരെ, അതായത് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെയുള്ളവർക്ക് അവരെ സൂചിപ്പിക്കുവാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നത് വീണ്ടും അധികാരത്തിലെത്താനാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെയാണ് നിങ്ങളുടെ ഇടയിലെ തമ്മിലടിയും. നിങ്ങളുടെ രമേശ് ചെന്നിത്തല ഒരു ഭാഗത്ത് പോവും, സതീശന്റെ ഒരു ഭാഗത്ത് പോവും, സുധാകരൻ ഒരു ഭാഗത്ത് പോവും, മുരളീധരൻ ഒരു ഭാഗത്ത് പോവും, ശശി തരൂർ ഒരു ഭാഗത്ത് പോവും. ഇങ്ങനെ പലരും പല തരത്തിൽ നിൽക്കുന്നത് കൊണ്ടും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് ഒരാൾ ഹൈക്കമാൻഡിന്റെ മുകളിൽ ഇരിപ്പുണ്ട്, KC വേണുഗോപാൽ. ഇവരൊക്കെ ഇങ്ങനെ പല തട്ടുകളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ പാർട്ടിക്ക് ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് മാത്രമല്ല, അവിടെയാണ് പിണറായി വിജയന്റെയും LDFന്റെയും വിജയ സാധ്യതയെ നമുക്ക് തള്ളിക്കളയാനാവില്ല എന്ന് പറയപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ അവർ വിജയിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. അതായത് CPM-നകത്ത് പറഞ്ഞു വരുന്നത് ഒറ്റ നേതാവേ ഉള്ളൂ, അവിടെ വേറെ ആരുമില്ല എന്നുള്ളതാണ്. അതിനെ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഏകാധിപത്യം എന്ന് തന്നെ നമുക്ക് പറയാം. പണ്ടൊക്കെ CPM-നെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആക്ഷേപം എന്തായിരുന്നു? അവരുടെ ഗവൺമെന്റ് വന്നാൽ മുഖ്യമന്ത്രിക്ക് ഒരു റോളുമില്ല, സെക്രട്ടേറിയറ്റ് ആരും വരില്ല, എല്ലാവരും AKG സെന്ററിൽ പോകും, പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന്. ഇപ്പോഴത്തെ അവസ്ഥയോ? ഇപ്പൊ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ ഒരാളിനെ വെറുതെ വെച്ചേക്കാമെന്നല്ലാതെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് പോലും ഒരു റോളില്ല. പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഇപ്പം CPM എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന ഒറ്റ വ്യക്തിയാണ്. അതിനകത്ത് ആ പാർട്ടിക്കകത്തുള്ള ബഹുഭൂരിപക്ഷം പേർക്കും അതൃപ്തിയുണ്ട്. പക്ഷെ അവർ പറഞ്ഞുകൊണ്ട് കിടക്കാൻ ഒക്കില്ല, പറയുകയില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന സച്ചിദാനന്ദനെ പോലെ, നേരത്തെ ശ്രീ MT വാസുദേവൻ നായരെ പോലെ ആ സാഹിത്യ മേഖലയിലുള്ള ധാരാളം പേർ, ഇപ്പോൾ അവര് പിരപ്പങ്കോട് മുരളി XMLA ഉൾപ്പെടെയുള്ള ധാരാളം പേർ അതിന് നേതൃത്വം കൊടുത്തു തുടങ്ങി. ആ രീതിയിൽ LDF-ൽ നിന്നും വലിയ ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലനിൽക്കാൻ വേണ്ടി ബയോളജിക്കൽ കൺട്രോൾ എന്ന നിലയിൽ ഈ ഒരു പ്രാവശ്യം കോൺഗ്രസിനും UDF-നും അതിലെ നല്ലൊരു ശതമാനം പേർ വോട്ട് ചെയ്യും. ഇനി BJP ഇവിടെ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 50 കൊല്ലത്തെ CPM-ന്റെ കുത്തക ഇല്ലാതാക്കാൻ പകരം ആരെ ഏൽപ്പിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയപ്പോൾ കൂടുതൽ സീറ്റുള്ള BJP ഏൽപ്പിച്ചു. മേയർ അവരുടേതായി. 10 കൊല്ലത്തെ LDF ഭരണം ഇതേപോലെ അവസാനിപ്പിക്കണമെങ്കിൽ ആരെ കേരളത്തിന്റെ ഭരണം ഏൽപ്പിക്കണം, ആരൊക്കെ MLA-മാരായി ജയിക്കണം എന്നുള്ള ഇതേ ചിന്താഗതി വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് പ്രയോജനമില്ല. അതുകൊണ്ട് BJP-ക്കാർ പോലും ഒരു മാറ്റത്തിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യും. കോൺഗ്രസിൽ വ്യക്തികൾ പലതുണ്ട്, എല്ലാവർക്കും അവരവരുടേതായ സിനിമാ നടന്മാരുടെ ഫാൻസ് ഉള്ളതുപോലെ കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാർക്കും അവരുടേതായ ഫാൻസ് ഉണ്ട്. അതിലൊരു കുഴപ്പമില്ല. പക്ഷെ അവരെല്ലാ പേരും ഒറ്റക്കെട്ടാണ്. അപ്പുറത്ത് പിണറായി വിജയൻ തന്നെയാണ് വീണ്ടും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ ഒറ്റ കാരണം കൊണ്ട് LDF-ന് കിട്ടേണ്ടുന്ന വലിയൊരു വിഭാഗം വോട്ടും കിട്ടും. ഇങ്ങനെ 3 മുന്നണികളിൽ നിന്നുമുള്ള വോട്ടുകൾ ഇപ്രാവശ്യം UDF-ന് കിട്ടും. ഒരു തർക്കവുമില്ല, ഒരു സംശയവുമില്ല. 100-ലധികം സീറ്റ്. ഇനി ഈ 100-ലധികം സീറ്റ് എന്ന് പറയുമ്പം വെറുതെ വീമ്പിളക്കുകയല്ലേ എന്ന 100-ലധികം സീറ്റ് കിട്ടിയ ഒരേ ഒരു പാർട്ടി UDF-ഏ ഉള്ളൂ. 77-ലെ തുടർ ഭരണം അത് മുഖ്യമന്ത്രി അച്യുതമേനോൻ വീണ്ടും ആയില്ലെന്നേ ഉള്ളൂ.
അച്യുതമേനോന്റെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് CPI നിന്ന് ആ 70 മുതൽ 77 വരെ അച്യുതമേനോൻ ഭരിച്ചതിന്റെ തുടർച്ചയായി 77-ൽ 111 സീറ്റോടെയാണ് കോൺഗ്രസ് UDF അധികാരത്തിൽ വന്നത്. രണ്ടാമത് 2001-ൽ നമ്മുടെ AK ആന്റണി പ്രതിപക്ഷ നേതാവ്, തെന്നല ബാലകൃഷ്ണപിള്ള KPCC പ്രസിഡന്റ്, 2 ഗാന്ധിയന്മാർ, ഒരു ഹർത്താലും ഇല്ല, ഒരു ബന്ധുവില്ല, ഒരു സമരവും ഇല്ല, ഒരു അടിപിടിയും ഇല്ല. ഈ പാർട്ടി എങ്ങനെ ഭരണത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാ 99 സീറ്റും കിട്ടി. കഴക്കൂട്ടത്ത് നിന്ന് MA വാഹിദ് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ആള് കോൺഗ്രസ് ചേർന്നു. അപ്പം 100 സീറ്റ് കിട്ടി. അതുകൊണ്ട് 100-ഉം 111-ഉം ഒക്കെ കേരളത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസും UDF-ഉം. മറിച്ച് CPM-ന് കഴിഞ്ഞ തവണ 99 കിട്ടി. ശരി, നിങ്ങളുടെയൊക്കെ സ്വപ്നങ്ങൾ നടക്കട്ടെ പുതിയ യാത്രയിലൂടെ എന്ന് വേണമെങ്കിൽ നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും അത് നടക്കും.